അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൻ്റെ ക്യാബൊക്കെ ഇട്ട് മുകളിൽ കണ്ടു കഴിഞ്ഞ് ഇവിടെ വിശ്രമിക്കുകയാണ്. ഞങ്ങളുടെ കൂടെയുള്ളവരൊന്നും വന്നിട്ടില്ല. അപ്പം ഞങ്ങളോട് ഇത് മീറ്റിംഗ് പോയിന്റ് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇരിക്കുകയെ നിവർത്തിയുള്ളൂ, ഭയങ്കര തണുപ്പാണ്. 11 ഡിഗ്രിയൊക്കെ ടെമ്പറേച്ചർ കാണുള്ളൂ എന്ന് പറയുന്നു, 11 പക്ഷേ ഭയങ്കര കാറ്റുണ്ട്. കാറ്റിന് ഭയങ്കര തണുപ്പാണ്. സാധാരണ നമ്മൾ ശരിക്കും ഉച്ചയാകുമ്പോഴേക്കും തണുപ്പ് കുറഞ്ഞ് വരുന്നു. പക്ഷേ ഉച്ചയായി വരുന്നു, 11 o'clock ആയി വരുന്നു. പക്ഷേ ഇതാണ് തണുപ്പിന് ഒട്ടും കുറവ് വന്നിട്ടില്ല. നമ്മുടെ ബേസ്മെൻറ്റ് ഗ്രൗണ്ടിലിരിക്കുകയാണ്. ഇവിടെ നല്ല നല്ല കാഴ്ചകളാണ്. കൊടിജാതകൾ കുറേ പോകുന്നുണ്ട്. മുമ്പിൽ കൊടിയും പിടിച്ചിട്ട് ഒരാൾ പോകും, അതിൻ്റെ പുറകെ കുറേ പേര് നടന്നു പോകും. അങ്ങനെ ഇവിടെ മനുഷ്യർ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള നിവൃത്തിയുള്ളൂ. ഇനി കുറച്ച് മഴക്കാറുള്ള ദിവസമാണെന്ന് പറയുന്നു. ചിലപ്പോൾ മഴ പെയ്യുമെന്ന് പറയുന്നുണ്ട്. ഞാനിങ്ങനെ ചുമ്മാ നടന്നതാണ്. എന്തായാലും ഇതൊരു അത്ഭുത കാഴ്ച തന്നെയാണ്. അതിൻ്റെ പുറകിൽ ടവറിൻ്റെ പില്ലറായിട്ടോ കാണുന്നത്. ഞാനിങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്സ്റ്റേഴ്സ് പിന്നെയും കാണാം. കണ്ടോ, നമ്മളിപ്പോൾ ഇതിൻ്റെ നേരെ താഴെ നിൽക്കണേ. കണ്ടോ. ഓ മൈ ഗോഡ്, നമ്മൾ പുസ്തകങ്ങളിൽ മാത്രം പഠിച്ചിട്ടുള്ള, പരീക്ഷ എഴുതിയിട്ടുള്ള ഈഫൽ ടവർ ലൈഫിൽ ഒരിക്കലെങ്കിലും കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ഭയങ്കര ഭാഗ്യമാണ്, ഒരു രക്ഷയില്ല. ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഇവിടെ വന്ന ആൾക്കാരൊന്നും എനിക്ക് തോന്നുന്നു, നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് വന്ന ആൾക്കാരൊന്നും പെട്ടെന്ന് അടുത്ത കാലത്തൊന്നും തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. കാരണം കാണാൻ പോയി കഴിഞ്ഞ ഒരു സംഭവമാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കവിടെ കുറേ പേര് ക്യൂ നിൽക്കുന്നത് കാണാം കേട്ടോ. കണ്ടോ, കുറേ പേര് ക്യൂ നിൽക്കുന്നത് കാണാം. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ 3 ഫ്ലോറിലാണ് നമുക്ക് കാഴ്ച അലൗ ചെയ്തത്. പക്ഷേ ഫസ്റ്റ് ഫ്ലോറിൽ അബൌട്ട് 2900 പേഴ്സൺസ് ആണ് കപ്പാസിറ്റി. അവിടെയാണ് നമുക്ക് കൂടുതലും ഷോപ്പിംഗ് ഏരിയാസൊക്കെ ഉള്ളത്. സെക്കൻഡ് ഫ്ലോറിൽ 2400 പീപ്പിളിനാണ് അലൗ ചെയ്തിട്ടുള്ളത്. പക്ഷേ തേർഡ് ഫ്ലോറിലേക്ക് ക്യാപ്സ്യൂൾ പോലെ ലിഫ്റ്റാണ്. അപ്പോൾ അതിനകത്ത് 240 to 300 പീപ്പിളിന് മാത്രമേ ഉള്ളൂ അവർ കയറാൻ സമ്മതിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ക്രൗഡഡ് ആയി കഴിഞ്ഞ് കഴിയുമ്പം അവർ താഴെ ടിക്കറ്റ്സ് ക്ലോസ്. അപ്പോൾ ഞങ്ങൾ വന്നത് ഒരുപാട് നേരത്തെ ആയതുകൊണ്ട് ഞങ്ങളുടെ ടീമിലുള്ളവർക്ക് തേർഡ് ഫ്ലോറിൽ പോകാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ലിഫ്റ്റ് പോകുമ്പോൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെരിഞ്ഞാണ് ലിഫ്റ്റ് പോണേ. അപ്പോൾ ഇതിൻ്റെ കാലുകൾ കണ്ടല്ലോ, ചെരിഞ്ഞല്ലേ നിൽക്കണേ. ചെരിഞ്ഞാണ് നമ്മൾ ലിഫ്റ്റിലൂടെ മുകളിൽ കയറി പോകണേ. നമുക്ക് സത്യം പറഞ്ഞാൽ പേടിയാവും. പക്ഷേ ഫാസ്റ്റായിട്ട് നമ്മൾ മുകളിൽ ചെല്ലും. ലിഫ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച നമുക്ക് അതിഭയാനകമാണ്, എക്സൈറ്റിംഗ് ആണ്. എനിവേ അത് സെക്കൻഡ് ഫ്ലോർ വരെ. അത് കഴിഞ്ഞ് തേർഡ് ഫ്ലോറിലേക്ക് ക്യാപ്സ്യൂൾ പോലെ ലിഫ്റ്റാണ്. ഭയങ്കര ഫാസ്റ്റായിട്ട് മുകളിൽ കയറി പോകും. ഇത്തിരി സ്ഥലമുള്ളൂ നിൽക്കാനായിട്ട്. പക്ഷേ എങ്കിൽ പോലും പറഞ്ഞ ആൾക്കാരെ മാത്രമേ കയറ്റി വിടുള്ളൂ. അപ്പോൾ തേർഡ് ഫ്ലോറിലേക്ക് ഞാനും എൻ്റെ മമ്മിയും പോയില്ല. ഞങ്ങൾ രണ്ടുപേരും സെക്കൻഡ് ഫ്ലോർ കൊണ്ട് അവസാനിപ്പിച്ച് പോകുന്നു. ബിക്കോസ് പ്രായമായവർക്ക് മുകളിലേക്ക് ആക്സസ് ഇല്ല. ബിക്കോസ് അവിടെ ഭയങ്കര ക്രൗഡ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ സഞ്ചാരികളോട് താഴോട്ട് സ്റ്റെയർസ് വഴി ഇറങ്ങി വരാൻ പറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അനുസരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റെയർ കയറാൻ പറ്റാത്തവർ മസ്റ്റായിട്ട് സെക്കൻഡ് ഫ്ലോർ വരെ പോയിട്ട് തിരിച്ചു വരണം എന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ല. ഇംഗ്ലീഷ് അറിയാത്ത മനുഷ്യരുണ്ടാവും യൂറോപ്പിൽ. നമ്മളങ്ങോട്ട് ഇംഗ്ലീഷ് പറഞ്ഞാൽ എന്തോ ഒരു അത്ഭുത ജീവിനെ കാണുന്ന പോലെയാണ് നമ്മളെ നോക്കണേ. നമ്മുടെ ഇംഗ്ലീഷിൻ്റെ കുഴപ്പമില്ലാത്ത അത്യാവശ്യം തിരക്കില്ലാണ്ടൊക്കെ നമുക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയും. എനിവേ പറഞ്ഞു കഴിയുമ്പം അവർ എന്താ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ള രീതിയിലാണ്. ഇവിടെ ലോക്കൽ പീപ്പിൾ പോയിട്ട് നമ്മൾ വന്ന ആൾക്കാരുടെ അടുത്തൊന്നും സംസാരിച്ചിട്ട് കാര്യമായിട്ട് ഇംഗ്ലീഷിൽ തിരിച്ച് മറുപടി കിട്ടിയിട്ടില്ല. പിന്നെ ടൂർ ഗൈഡുമാർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാർ, സെക്യൂരിറ്റി സ്റ്റാഫ്, ഇവർക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം. ഈവൻ നമ്മൾ എയറോഡ്രോമിൽ പോലും നേരിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എയറോഡ്രോമിൽ നമ്മൾ ഹെൽപ്പിംഗ് സ്റ്റാഫിനൊന്നും ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളതാണ്. ഫ്രഞ്ചാണ് ഇവിടെ ഉള്ള എല്ലാവരും സംസാരിക്കുന്നത്. ഫ്രഞ്ച് ഒരു കുന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഗൈഡുമാർ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. പിന്നെ നമ്മുടെ ഫോണിനൊന്നും ഇവിടെ നമുക്ക് എല്ലാവരുടെ ഫോണിലും നമ്മൾ നെറ്റ് കണക്ഷൻ ആക്ടിവേറ്റ് ചെയ്തിടാൻ പറ്റില്ല. നമുക്ക് ഇവിടുത്തെ സിമ്മ് നമുക്ക് 1-2 ഫോണുകളിൽ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് പ്രായമായ കുട്ടികളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫോൺ നമ്മുടെ കയ്യിൽ മസ്റ്റായിട്ട് ഉണ്ടാവണം. കാരണം നമ്മൾ എവിടെയാണ് എന്താണെന്നൊന്നും 4 ഗേറ്റ് ഈഫൽ ടവറിൻ്റെ കണ്ടാൽ ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്, എവിടെ പോയി എന്ത് ചെയ്യുമെന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രായമാരും കുട്ടികളും കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ മസ്റ്റായിട്ട് ഈ സിമ്മ് ആക്ടിവേറ്റ് ചെയ്തിടണം. വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇതേ നോക്കി, ഈഫൽ ടവറിൻ്റെ നടുവിലൂടെ ഒരു നെറ്റിൻ്റെ പാലം കണ്ടു. ഇതേ അതിലൂടെ ആളുകൾ നടന്നു പോകുന്നു. ദൈവം തമ്പുരാനെ, അയ്യോ ഇത് കണ്ടോ, ഇത് ക്രോസ് ചെയ്ത് നടന്നു പോകുന്നുണ്ടോ. ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു ഗ്ലാസ് ഫ്ലോറും കാണാം. കണ്ടോ ഗ്ലാസ് ഫ്ലോർ, എവിടെ കണ്ടോ ഗ്ലാസ് ഫ്ലോർ കാണുന്നുണ്ടോ? ഗ്ലാസ് ഫ്ലോർ ഇതേ ഈ ഗ്ലാസ് ഫ്ലോറിൽ നിന്നാണ് നമ്മൾ നേരത്തെ നോക്കിയത് താഴോട്ട്. അതിൽ തന്നെ കാല് വെച്ച് താഴോട്ട് നോക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെയാണ് ഈ നെറ്റിൻ്റെ പാലം. അയ്യോ, ഈഫൽ ടവറിൻ്റെ സൈഡിലുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു
ലേക്കാണ്, ചെറിയ വാട്ടർഫോളൊക്കെ ഉണ്ട്. നിറയെ പ്രാവുകളാണ്. കോൾഡ് ക്ലൈമറ്റ് ആയതുകൊണ്ട് ഭയങ്കര ഭംഗിയാണ്. ഇത് നോക്കി, ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, ഇങ്ങനെ പൂക്കൾ പറിച്ച് വെച്ച പോലെ, പൂക്കളിട്ട പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കണ്ടോ? ഓ അതെന്നെ ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. അങ്ങനെ വീണ്ടും നമ്മളിവിടെ താഴെത്തി. അങ്ങനെ നമ്മൾ പതുക്കെ നമ്മുടെ ഈഫൽ ടവർ ലീവ് ചെയ്യുകയാണ്. നമ്മുടെ ഫോർച്യൂൺകാരൻ കൊടിയും പിടിച്ച് നിൽപ്പുണ്ട്. ഈ കൊടിക്ക് പുറകിലും ഓരോരുത്തരായിട്ട് ജോയിൻ ചെയ്യും. കണ്ടോ? കാണിട്ടിറക്ക കിട്ടിയാ? അങ്ങനെ വീണ്ടും നമ്മുടെ ജാഥ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊടിയായിട്ട് നമ്മുടെ ടൂർ ഓപ്പറേറ്റർ ഫ്രണ്ടിലുണ്ട്. നിങ്ങൾ അതിൻ്റെ ഫ്രണ്ടിലാണ് നടക്കുന്നത്. അങ്ങനെ നമ്മുടെ ജാഥ പോവാണ് കേട്ടോ. ഈഫൽ ടവറിനോട് വിടാം. ബൈ ബൈ ഈഫൽ ടവർ. റെസ്റ്റോറൻറ്റ് പേര് കണ്ടോ? വെൽക്കം ഇന്ത്യ. അടിപൊളി റെസ്റ്റോറൻ്റാണ്. നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് നടത്തുന്ന റെസ്റ്റോറൻ്റാണെന്ന് തോന്നുന്നു. നോക്കിക്കോ, നല്ല അടിപൊളി, ഉള്ളിലൊക്കെ അടിപൊളിയാണ്, നല്ല നീറ്റാണ്. അപ്പം നമുക്ക് കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കിവിടെ സ്പെഷ്യലായിട്ടൊരു ഡൈനിങ് അറേഞ്ച് ചെയ്താണ്. നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ അപ്പുറത്ത് ഡൈൻ ചെയ്യുന്നുണ്ട്. നമ്മൾ 2 പേര് മാത്രം ഇവിടെ ഡൈൻ ചെയ്യുന്നു. ഭയങ്കര നീറ്റ്ലി ബ്യൂട്ടിഫുള്ളി സെറ്റ് ചെയ്തിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. Is it okay to take the video? No issues. Okay. It's so nice to see. यूसुफ को बोल, मेरे को जो भेजा वो मेरे को आया नहीं. നമ്മുടെ ഉച്ചത്തെ ഭക്ഷണമാണ്. റൈസ് ഉണ്ട്, നമ്മുടെ മട്ടവടിയല്ല, വൈറ്റ് റൈസ് പോലെ കുറച്ച് ബിരിയാണി പോലെ ഇതൊക്കെ ഒരു സംഗതി. പിന്നെ ഒരു പരിപ്പ് കറി പോലെ ഒരു കറിയുണ്ട്, പിന്നെ ഒരു പീസ് കറി പോലെ ഒരു കറിയുണ്ട്, പിന്നെ പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെയുള്ള നല്ല ഭയങ്കര മസാലയുടെ സ്മെല്ല്, അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. മുകളിൽ പപ്പടം ഇരിപ്പുണ്ട്, പിന്നെ പല പല തരത്തിലുള്ള സോസ്, അങ്ങനത്തെ സാധനങ്ങൾ, തൈര്, സാലഡ്, ദെൻ പിക്കിൾ, ദെൻ ചിക്കൻ. പിന്നെ ഞാൻ ഓൾറെഡി നമുക്ക് സെർവ് ചെയ്തു. നമുക്ക് ഇവിടെ തന്നെ സെർവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിക്കാം. എങ്ങനെയുണ്ട് മമ്മി കഴിച്ചിട്ട്? അടിപൊളിയല്ലേ? മമ്മി പറഞ്ഞ അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്തോട്ടോ. ഞാനിത് ഈ നാനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാനാണ് കഴിക്കുന്നത്. ഇത് പീസ് കറിയാണ്, പരിപ്പ് കറി ഉണ്ട്, കഴിച്ചോക്കട്ടെ.